പ്രിയപ്പെട്ട കരുണാമയനായ യേശുദേവന്റെ മുന്നിൽ മുട്ടിപ്പായി നിന്ന് പ്രവർത്തനം നടത്തിയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വന്നതായ അക്കാമ ചെറിയാനിനെ മറക്കാൻ നമുക്ക് പറ്റുമോ? അമ്പലങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് കണ്ണീരൊഴുക്കി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതായ അനന്തം നായർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഏകനായ പടച്ചതമ്പുരാന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞതായ വക്കം അബ്ദുൽ ഖാദറിനെ മറക്കാൻ നമുക്ക് പറ്റുമോ? സഹോദരങ്ങളെ, ഇവരെയൊക്കെ മറന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വക്കം അബ്ദുൽ ഖാദർ എന്ന മുസൽമാനായ തൗഹീദിന്റെ ശബ്ദമായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ ഒളിവിൽ താമസിക്കുന്നതിൽ അദ്ദേഹത്തെ പിടികൂട്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ നടുമുറ്റത്ത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യമക്കളുടെ മുന്നിൽ അദ്ദേഹത്തെ ഒന്നു ചേർത്തപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് കറുത്ത തുണിയിട്ടു കഴിമരത്തിലേറ്റി നിർത്തി കഴുത്തിലേക്ക് പരുവരുത്തതായ കട്ടിയുള്ളതായ കയറിട്ട് വലിച്ചു മുറുക്കി നിമിഷങ്ങൾ കൂടി മാത്രം കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഷഹാദത്ത് വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വക്കം അബ്ദുൽ ഖാദർ ഉടൻ തന്നെ ബ്രിട്ടീഷ് മേധാവികൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും കയറൂരി മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കറുത്ത തുണിയെടുത്ത് മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് കെട്ടിയിരുന്ന കൈകളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റുകയാണ്. കഴിമരത്തിൽ ഇറക്കി നിർത്തിയിട്ട് വക്കം അബ്ദുൽ ഖാദറിനോട് പറയുന്നു, അബ്ദുൽ ഖാദർ, നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ഉടയവരുടെ അടുക്കലേക്ക്. അബ്ദുൽ ഖാദറെ, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയക്കാൻ ഒരുങ്ങിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഡിമാൻഡ് എന്തെന്നറിയുമോ? എന്താണ് അവരുടെ ഡിമാൻഡ് എന്നറിയാൻ കാതോർത്തിരിക്കുന്ന വക്കം അബ്ദുൽ ഖാദറിനോട് ബ്രിട്ടീഷ് പട്ടികൾ പറഞ്ഞേ, അബ്ദുൽ ഖാദർ, നിങ്ങളോടൊപ്പം ഒളിവിൽ കഴിഞ്ഞ ബ്രാഹ്മണനായിരുന്ന അനന്തമായവർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്ന് ഞങ്ങൾക്കൊരു വിവരം നൽകുക. ഞങ്ങൾ അയാളെ പിടിച്ച് നിങ്ങൾക്ക് പകരം തൂക്കിക്കൊള്ളാം. നിങ്ങൾ സ്വതന്ത്രനാണ്. കഴിമരത്തിൽ നിന്ന് പറഞ്ഞേ, അബ്ദുൽ ഖാദർ, നിങ്ങളോടൊപ്പം ഒളിവിൽ കഴിഞ്ഞ ബ്രാഹ്മണനായിരുന്ന അനന്തമായവർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്ന് ഞങ്ങൾക്കൊരു വിവരം നൽകുക. ഞങ്ങൾ അയാളെ പിടിച്ച് നിങ്ങൾക്ക് പകരം തൂക്കിക്കൊള്ളാം. നിങ്ങൾ സ്വതന്ത്രനാണ്. കഴിമരത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് കൂട്ടുകാരനായ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന അനന്തമായർ എവിടെയുണ്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വക്കം അബ്ദുൽ ഖാദറിനോട് പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, അവിടെയാണ് ആ ഒരു മാനവ സൗഹാർദ്ദമാണ് നമുക്കില്ലാതെ പോയത്. മഹാനായ വക്കം അബ്ദുൽ ഖാദർ ചാടി കഴിമരത്തിലേക്ക് കയറുകയാ. ആ കറുത്ത തുണി പിടിച്ചു വാങ്ങി തന്റെ തലയിലൂടെ ഇടുകയാ. എന്നിട്ട് ആ കയറിനുള്ളിലേക്ക് തന്റെ കഴുത്ത് കയറ്റി മുറുക്കിയിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടികളെ എന്നെ തോക്കിക്കൊന്നുകൊള്ളുക. 100 വട്ടം ഈ കഴുമരത്തിൽ നിന്ന് നിന്നെ തോക്കിക്കൊന്നുകൊള്ളുക. 100 വട്ടം ഈ കഴുമരത്തിൽ നിന്ന് നിങ്ങൾ എന്നെ താടിയിറക്കിയിട്ട് എന്റെ വീട്ടുകാരോടൊപ്പം പോകാനും പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നോടൊപ്പം ചേർന്ന് കഷ്ടപ്പെട്ടതായ ബ്രാഹ്മണനായ അനന്തമായരെ കൂട്ടിക്കൊടുത്തുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾക്ക് അവകാശം നൽകിയാനില്ല. 100 വട്ടം മരിക്കേണ്ടി വന്നാലും എന്റെ കൂട്ടുകാരന്റെ ബലി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ ദേശബോധവും മാനവ സൗഹാർദ്ദവും എന്റെ സഹോദരങ്ങളെ എവിടെയാ? അതുകൊണ്ട് കഴിയട്ടെ, ഇന്ത്യ രാജ്യം അതൊരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇന്ത്യ രാജ്യം ഇവിടുത്തെ ഹിന്ദുവിന്റെ മാത്രമല്ല. ഇന്ത്യ രാജ്യം ഇവിടുത്തെ മുസൽമാന്റെ മാത്രമല്ല. ഇന്ത്യ രാജ്യം ഇവിടുത്തെ ക്രൈസ്തവന്റെ മാത്രമല്ല. ഇന്ത്യ രാജ്യം ഒരു ദർശനത്തിന്റെ വക്താക്കൾക്ക് മാത്രമുള്ളതല്ല. സഹോദരങ്ങളെ, ഇന്ത്യ ഞങ്ങളുടേതാണ്, ഇന്ത്യ ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പുലമ്പുന്നവർക്ക് കൈകോർത്തുകൊണ്ട് മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രഖ്യാപിക്കാമില്ല, ഇന്ത്യ നിങ്ങളുടേത് മാത്രമല്ല, പിന്നെയോ ഇന്ത്യ നമ്മുടേതാണ്. ആ നമ്മുടേതായ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രയത്നിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിമിഷങ്ങളിൽ പോലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്വസ്ഥമായൊന്ന് ജീവിക്കാൻ അവകാശമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ